മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം വീണ്ടും ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുക. വചനം പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിൽ ഭയത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല എന്ന് വചനം പറഞ്ഞു വയ്ക്കുകയാണ്. സധൈര്യം പുല്ലുതമ്പുരാൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ്റെ ഉള്ളിൽ ഭയത്തിന് അടിസ്ഥാനമില്ല. തമ്പുരാൻ പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയുടെ ധൈര്യം എന്ന് പറയുന്നത് അത് സ്വർഗീയ ധൈര്യത്തിന് തുല്യമാണ്. ഏതൊരവസ്ഥയെയും നേരിടാനും അതിൽ വിജയം വരിക്കുവാനും ദൈവികാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമുള്ള വലിയ കൃപയാണ് അതിലൂടെ നമുക്ക് നൽകപ്പെടുക. രോഗങ്ങളെയോ ദുഃഖങ്ങളെയോ ദുരിതങ്ങളെയോ ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ നമ്മളെ ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. ഇളകി മറിയുന്ന കടലിനെയും വലിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ പൊന്നുതമ്പുരാൻ കാത്ത് അവയിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന ആ വലിയ കൃപ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുക. ആ ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നിമിഷങ്ങളിൽ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം അതാണ് നമുക്ക് നൽകുക. ആ ഒരു വലിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അപ്പ, പിതാവേ എന്ന് നമ്മൾ വിളിക്കുക. ഒരപ്പനിൽ മക്കളെങ്ങനെ ആശ്രയിക്കുന്നു അതേ ആശ്രയത്തോടുകൂടി പൊന്നുതമ്പുരാനെ ആശ്രയിക്കുവാനുള്ള വലിയ കൃപയാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രചോദനമായിട്ട് മാറ്റപ്പെടുക. ആ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമാണ്